സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് പോസിറ്റീവ് ചിന്തകൾ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഒരു പോസിറ്റീവ് ചിന്ത കൊണ്ടുണ്ടാവുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ആദ്യത്തെ ഒരു കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ കാര്യം എന്ന് പറയുമ്പോൾ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ എനിക്ക് കഴിയുമെന്ന വിശ്വാസം ഉണ്ടാക്കിയാൽ പറ്റും. അതായത് എന്നെക്കൊണ്ട് സാധിക്കും എന്നുള്ള വിശ്വാസം എപ്പോഴും ഉണ്ടാവും പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആത്മവിശ്വാസം കൂടും എന്നുള്ളതാണ്. ഓക്കെ, നമ്മളുടെ സെൽഫ് കോൺഫിഡൻസ് കൂടും. ഇനി സ്ട്രെസ് കുറയും എന്നുള്ളത് പറയുമ്പോൾ പ്രശ്നങ്ങളെ ഭയപ്പെടാതെ നേരിടാൻ മനസ്സ് ശക്തമാകും. അതായത് നമ്മൾ സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, എന്തെങ്കിലും പ്രഷറൊക്കെ വരുമ്പോഴോ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോഴാണ് സ്ട്രെസ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ഈ സ്ട്രെസ്സിനെ നമുക്ക് നേരിടാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നേരിടാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായി സ്ട്രെസ്സിനെ കുറയ്ക്കാനും മാനേജ് ചെയ്യാനും പറ്റും. ഇനി അടുത്ത കാര്യം എന്ന് പറയുമ്പോൾ ആരോഗ്യവും മെച്ചപ്പെടും. അതായത് നമ്മൾ നെഗറ്റീവായിട്ടിരിക്കുമ്പോൾ എപ്പോഴും നമ്മളുടെ ആരോഗ്യത്തെ ബാധിക്കും. അതായത് എല്ലാം നെഗറ്റീവാണ്. നമ്മളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ നെഗറ്റീവാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എപ്പോഴും നമ്മളുടെ ആരോഗ്യത്തെ ഇത് ബാധിക്കാം. പക്ഷേ പോസിറ്റീവാണെങ്കിൽ നമ്മളുടെ മനസ്സിനും നമ്മളുടെ ശരീരത്തിനും നല്ല രീതിയിൽ അത് വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയെടുക്കും. അതുകൊണ്ട് നമ്മളുടെ ആരോഗ്യം മെച്ചപ്പെടും. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ബന്ധങ്ങൾ മെച്ചപ്പെടുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ബന്ധങ്ങൾ മെച്ചപ്പെടുമെന്ന് പറയുമ്പോൾ നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, നമ്മളുടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും മെച്ചപ്പെടുന്നതാണ്. ഈ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ മെച്ചപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പോസിറ്റിവിറ്റി തന്നെയാണ്. കാരണം നല്ല രീതിയിൽ പോസിറ്റീവായി സംസാരിക്കുമ്പോൾ, പോസിറ്റീവായിട്ട് പെരുമാറുമ്പോൾ തന്നെ ഒരു വലിയൊരു ഗ്രാറ്റിറ്റ്യൂഡോടെ ഉണ്ടാകുന്നു. അപ്പം അതുകൊണ്ട് എപ്പോഴും അത് തന്നെയാണ് നമ്മുടെ ബന്ധത്തെ എപ്പോഴും മെച്ചപ്പെടുത്തുന്ന കാര്യമെന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കുകയാണെങ്കിൽ അടുത്ത കാര്യമാണ് അവസരങ്ങൾ കാണാൻ തുടങ്ങും. അതായത് നെഗറ്റീവായിട്ടുള്ള ആളുകളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രശ്നങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. അതായത് പ്രോബ്ലംസ് മാത്രമേ കാണുന്നുള്ളൂ, സൊല്യൂഷനിലേക്ക് പോകുന്നില്ല. ഈ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ അവർക്ക് ഉയർച്ചയാണ് ആവശ്യം എന്നുള്ളത് കൊണ്ട് പോസിറ്റീവായിട്ടുള്ള ചിന്തകളുള്ള ആൾക്കാർ എപ്പോഴും സൊല്യൂഷൻ കാണുമെന്നുള്ളതാണ്. ഇനി അടുത്തൊരു സംഭവം എന്ന് പറയുന്നത് വിജയസാധ്യത കൂടുമെന്നുള്ളതാണ്. അതായത് പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുമ്പോൾ എപ്പോഴും വിജയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. വിജയത്തിലുള്ള ഒരു ചാൻസ് പ്രോബബിലിറ്റി ഒക്കെ കൂടിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. ഇനി നോക്കുകയാണെങ്കിൽ സന്തോഷം വർദ്ധിക്കും. അതായത് നമ്മളുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ സന്തോഷിക്കാൻ തുടങ്ങുമെന്നുള്ളതാണ്. ചെറിയ മൊമെൻ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ സന്തോഷിക്കും, വലിയ മൊമെൻ്റ് വേണമെന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ പോസിറ്റീവ് എന്ന് പറയുന്നത് ലോങ് ടൈം ആയിട്ടുള്ള ഒരു പർപ്പസാണ്. ഈ പർപ്പസ് എപ്പോഴും നമ്മുടെ ജീവിതത്തിലുടനീളം കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ജീവിതം മാറുള്ളൂ. നെഗറ്റീവായ ചിന്തകൾക്ക് അവിടെ സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ജീവിതം മാറാൻ പോകുന്നില്ല. അതാണ് പോസിറ്റീവ് നെഗറ്റീവ് വ്യത്യാസം പറയുന്നത്. ഇപ്പോൾ നെഗറ്റീവ് ചിന്തകളെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം തകർക്കുമ്പോൾ, പോസിറ്റീവ് ചിന്തകളെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം എപ്പോഴും ഉയർത്തിക്കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഈ നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ പറയാനുള്ളത്. അപ്പോൾ ഗ്രോത്തും മൈൻഡ് സെറ്റിന് ഏറ്റവും കൂടുതൽ വേണ്ടൊരു കാര്യം എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് ചിന്തകളാണ്. എപ്പോഴും ഗ്രോത്തും മൈൻഡ് സെറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ചിന്തകൾ വളർത്തി ശ്രമിക്കുക, നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കുക. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ വൈകിയാണ്. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. സൈനിങ് ഓഫ്.